ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആശ മനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ 10th ലെവൽ മെയിൻ എക്സാംസിന് വേണ്ടി കുറച്ചധികം പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ചിലരെങ്കിലും അവർക്ക് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചാലാണ് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മുടെ 10th ലെവലിൽ സ്റ്റോർ കീപ്പർ വരുന്നുണ്ട്. 134/23, 446/23, അസിസ്റ്റന്റ് ടൈം കീപ്പർ 447/23, ലാബ് അസിസ്റ്റന്റ് 587/23, സെക്രട്ടേറിയറ്റ് OA. ഇതൊക്കെയാണ് മെയിൻലി എക്സാം വരാൻ പോകുന്നത്. അതിൽ തന്നെ സെക്രട്ടേറിയറ്റ് OA ഒരുപാട് പേര് വളരെ സീരിയസ് ആയിട്ട് കാണുന്ന പരീക്ഷയാണ്, മെയിൻസ് എക്സാമാണ്, എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരീക്ഷയെ എങ്ങനെ സമീപിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പരീക്ഷയെ എങ്ങനെയാണ് സമീപിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ ആദ്യം എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ സിലബസിനെ പ്രോപ്പർലി മനസ്സിലാക്കുക. സിലബസിനെ പ്രോപ്പർലി മനസ്സിലാക്കുമ്പം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കേ, ചരിത്രത്തിന് 5 മാർക്ക്, ഭൂമിശാസ്ത്രത്തിന് 5 മാർക്ക്, ധനതത്വശാസ്ത്രത്തിന് 5 മാർക്ക്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 5 മാർക്ക്, അല്ലേ? എന്നാൽ നമ്മളിപ്പോൾ പലരും സയൻസ് വിഷയങ്ങളിലൊരു ആഭിമുഖ്യക്കുറവ് കാണുന്നുണ്ട്. അപ്പോൾ മിക്കവരും സയൻസ് നമുക്ക് വിട്ടുകളയാം. എന്നാൽ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും കൂടി 6 മാർക്കാണ്. അതിൽ കറണ്ട് അഫയേഴ്സ്, കേരളത്തിലെ പ്രധാനമായിട്ടും കേരളവുമായി ബന്ധപ്പെട്ട പൊതുജനാരോഗ്യ രംഗത്ത് ഉണ്ടായിരിക്കുന്ന നമ്മുടെ അഭിവൃദ്ധികളെ പറ്റി, പ്രോഗ്രാംസുകളെ പറ്റി കൃത്യമായി തന്നെ അവിടെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് വലിയ സമയമൊന്നും വേണ്ട. കേരളം ഭരണ സംവിധാനത്തോട് ക്ലബ്ബ് ചെയ്തു തന്നെ അങ്ങനെ പ്രോഗ്രാം പഠിക്കുക. പിന്നെ നമ്മൾ എന്ത് കൊടുക്കണം? ഭൗതികശാസ്ത്രം, രസതന്ത്രം 3 6 മാർക്കും, ജീവശാസ്ത്രത്തിൽ നിന്ന് ഒരു 3 മാർക്കും, അങ്ങനെ ടോട്ടൽ 9 മാർക്കായിരിക്കും നമ്മുടെ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നീ പോർഷനിൽ നിന്ന് വരുന്നത്. അവിടെ പൊതുജനാരോഗ്യമായിരിക്കും ബാക്കി 3 മാർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? സ്കൂൾ പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഈ 9 മാർക്ക് ഒരുപാട് സമയം മെനക്കെടുത്തുക എന്നുള്ളതല്ല, അതിൽ PYQs ഒക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അവിടെ എല്ലാ ദിവസവും ഒന്ന് പഠിച്ച് തീർന്നു ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ ഒക്കെ എന്തിനു കൊടുക്കുക? സയൻസ് വിഷയങ്ങൾക്ക് റെഗുലർലി കൊടുക്കുക. അങ്ങനെയാകുമ്പം അത് പഠിച്ചില്ല, അല്ലെങ്കിൽ പലർക്കും ഉണ്ട് ഞാനത് പഠിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോൾ എങ്ങനെ ഫേസ് ചെയ്യും എന്നൊക്കെ ആലോചിക്കാറുണ്ട്. അപ്പോൾ അതിന് ഒരുമിച്ച് പഠിക്കാൻ പലർക്കും പറ്റാറില്ല, സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾ അല്ലെങ്കിലാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 3/4 മണിക്കൂർ വെച്ചിട്ട് എല്ലാ ദിവസവും ഈ ഒരു പോർഷൻസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായും അതിൽ നിന്ന് ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോക്കിക്കേ, അടുത്തത് നമ്മൾ ഡെയിലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോകേണ്ട ഒരു പോർഷൻ, 20 മാർക്കിൻ്റെ ഏറ്റവും വലിയ ടോപ്പിക്ക് ഏതാണ്? മറ്റൊന്നുമല്ല, ആനുകാലികമാണ്. എന്താണ് ആനുകാലികം? എല്ലാ മത്സര പരീക്ഷയ്ക്കും ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല ആനുകാലികം. അപ്പോൾ ആനുകാലികത്തിന് 20 മാർക്കാണുള്ളത്. പിന്നെ നോക്കിക്കേ, നമ്മുടെ ചെറിയ കുഞ്ഞൻ സാധനങ്ങളുണ്ട്, നമുക്ക് മാർക്ക് നേടിത്തരുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ 3 മാർക്കാണ് ചോദിച്ചിരിക്കുന്നത്. +1 +2 പാഠപുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം, 3 മാർക്കും കിട്ടും. സുപ്രധാന നിയമങ്ങൾ 5 മാർക്കാണ്. PYQ കൃത്യമായി നോക്കണം. ബെയർ ആക്റ്റുകളിലെ കൃത്യമായി തന്നെ ബെയർ ആക്റ്റുകൾ മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളുണ്ടെങ്കിൽ മാത്രമാണ് ഈ സുപ്രധാന നിയമങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത എന്താണ്? ഈ പറയുന്ന 3 കാര്യങ്ങൾ 30 മാർക്കിന് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് ഇവ പഠിക്കണം. 30 മാർക്കിന് ഡെയിലി പ്രാക്ടീസ് സെഷൻ അത്യാവശ്യമാണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, നമുക്കറിയാം ഇപ്പോൾ LDC പരീക്ഷ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ 10th ലെവലിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ 10th ലെവലിലെ എല്ലാ ക്വസ്റ്റ്യൻസും കളക്ട് ചെയ്യുക. 2024 നടന്ന എല്ലാ LDC ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കളക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു എക്സാം എഴുതി നോക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം വെച്ച് ക്വസ്റ്റ്യൻസ് എഴുതണം. അതിനുശേഷം ക്വസ്റ്റ്യനെ കാറ്റഗറൈസ് ചെയ്യണം. കറണ്ട് അഫയേഴ്സിൽ ഈ പറയുന്ന എല്ലാ ഫേസസിലും വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് കോമൺലി കുറച്ച് പൊതു സ്വഭാവങ്ങളുണ്ടാവും.
അത് ഈ PSC പരീക്ഷകളിലെല്ലാം നടക്കുമ്പോൾ അങ്ങനെ ഒരു പൊതു സ്വഭാവങ്ങൾ തുടർന്നു പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി തന്നെ പ്രിപ്പയർ ചെയ്യണം. ആ പൊതു സ്വഭാവങ്ങൾ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ദെൻ എന്താണ് ഈ തവണ നടന്ന നമ്മുടെ LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള, അത് നേരത്തെ നമുക്ക് പ്രിലിമിനറി മെയിൻസ് എന്നൊക്കെ പറയായിരുന്നു, ഇപ്പോൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വേൾഡ് ഹിസ്റ്ററി എന്ന് ചോദിച്ചു നോക്ക്, പ്രധാനപ്പെട്ട വിപ്ലവങ്ങളെല്ലാം ചോദിക്കുന്നു അല്ലേ. അപ്പം ഒരു വിപ്ലവം മാത്രം പഠിച്ചിട്ട് പോകുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നല്ല മിക്ക ക്വസ്റ്റ്യൻ പേപ്പറും ഫോം ചെയ്യുന്നത്. പ്രധാനപ്പെട്ട 4 വിപ്ലവങ്ങളുടെയും 4 വിപ്ലവത്തിലെയും പ്രധാനപ്പെട്ട ആൾക്കാരെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് 3 മാത്രമാണ്. തെറ്റായ ജോഡി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പിരിറ്റ് ഓഫ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാത്രമാണ് അവിടെ തെറ്റായിട്ട്, അതിന് വ്യക്തി മാത്രമാണ് അവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. അവിടെ പഠിക്കേണ്ടത് എങ്ങനെയാണ്? എല്ലാ വിപ്ലവങ്ങളും നമ്മൾ വായിച്ചു നോക്കാതെ ഒരു വിപ്ലവം മാത്രമായിട്ട് പോയിട്ട് കാര്യമില്ല അല്ലേ. അപ്പം നിങ്ങൾ വിപ്ലവങ്ങളൊക്കെ പഠിക്കുമ്പം അത് പരീക്ഷകൾക്ക് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അതിലെ തന്നെ ഒരു 10-15 ചോദ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പാറ്റേൺ മനസ്സിലാകും. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇന്ത്യൻ ഭരണഘടന നോക്കിക്കേ. BR അംബേദ്കർ അധ്യക്ഷൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി അല്ലേ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. പക്ഷേ ഞാൻ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് എന്താ വരുന്നത്, നമ്മളെപ്പോഴും എലിമിനേഷൻ ടെക്നിക്കുകളെ പറ്റി, നമ്മളെപ്പോഴും ഓപ്ഷൻ എലിമിനേഷൻ ടെക്നിക്കുകൾ കാര്യമായിട്ടൊന്ന് നോക്കണം. ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. 1, 3 ശരി, 4, 2 ശരി, 1, 4 ശരി, 2 മുതൽ 4 വരെ ശരി, 2 മുതൽ 4 വരെ. അപ്പം 4 എന്ന് പറയുന്ന പോയിന്റ് ശരിയാണോ എന്ന് ആദ്യം ഒന്ന് നോക്കിക്കേ. 1946 ഇത് വരുന്നത്? അല്ല, 1947 വരുന്നത് അല്ലേ. അപ്പോൾ ഈ 4 കറക്റ്റായി, ഒരു ഫാക്റ്റ് കറക്റ്റായാണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി BCD എന്ന് പറയുന്ന 3 ഓപ്ഷനും തെറ്റാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ എയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പം ഓപ്ഷൻ എലിമിനേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് വർക്കൗട്ട് ആകണമെങ്കിൽ ബേസിക് നോളജ് നമ്മൾ പല കണ്ടന്റിലും വേണം. അതോടൊപ്പം തന്നെ ഓപ്ഷൻസ് ഇട്ട് പരിശോധിക്കുകയും വേണം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻസ് ഇതാണ് കേട്ടോ, കറണ്ട് അഫയേഴ്സ് ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? വളരെ സിമ്പിളായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്നത് കറണ്ട് പൊസിഷൻസ് ഒക്കെ മാത്രം ചോദിക്കുന്നത് അല്ലേ. അപ്പം ഇവിടെ ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ആയിരുന്നു ഓപ്ഷനിലുണ്ടായിരുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആ സമയത്തെ പൊസിഷൻ, ട്രഡീഷണൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് പലരും പഠിക്കില്ല. എന്താ പറയുന്നത്, എനിക്ക് ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടാകുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അതുകൊണ്ട് ഞാൻ കറണ്ട് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നില്ല. 20 മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് ഉണ്ടേ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു 8-9 മാർക്ക് സാധാരണ ട്രഡീഷണൽ തന്നെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, ഫാക്ട്സുകൾ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അത് ഒഴിവാക്കി ആയിരിക്കരുത് ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പറിനെ കാണുന്നത്. ഡെയിലി വായിച്ചു പോകുക, പത്രം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നോക്കിക്കേ കറണ്ട് അഫയേഴ്സിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയായിരിക്കണം. 2024 ജനുവരി തൊട്ട് ഡിസംബർ വരെ നടക്കുന്ന കണ്ടന്റുകൾ കറക്റ്റായിട്ടും ഒരു സോർട്ടിംഗ് ആയിട്ട് തന്നെ പഠിക്കുക. പത്രവാർത്തകൾ ഡെയിലി വായിക്കുക. ഇപ്പം പലപ്പോഴും ന്യൂസ് പേപ്പർ കട്ടിങ് മാത്രമാണ് പലരും വായിക്കാറുള്ളത്. അതിന് ബാക്ക് എൻഡ് ഉണ്ടെങ്കിൽ അതോടെ വായിച്ചു പോകുക. ഓക്കെ, അപ്പോൾ 24 തൊട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും റെലവൻറ്റ് കറണ്ട് അഫയേഴ്സിന്, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടന്ന കറണ്ട് അഫയേഴ്സിന് നല്ല പ്രാധാന്യം നൽകുന്നുണ്ട്. പണ്ടൊക്കെ 3 വർഷം 4 വർഷം പറയുമെങ്കിലും ചില ചോദ്യ പേപ്പറിൽ ഒരു എന്തായിരിക്കും 20% പഴയ ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് കടന്നു വന്നാലും 80%-ഓളം ഈ ഒരു വർഷത്തിനുള്ളിൽ നടന്ന കറണ്ട് അഫയേഴ്സ് ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. അപ്പം 30 മാർക്കിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, മലയാളവും ഇംഗ്ലീഷും അതോടൊപ്പം തന്നെ എന്താ ഉണ്ട്, നമ്മുടെ മാത്സും ഉണ്ട് അല്ലേ. നമ്മൾ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു 30 മാർക്കിന് ഡെയിലി പ്രാക്ടീസ് കൊടുത്ത് തന്നെ ചോദിക്കുക. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യത്തിലാണ് കറക്റ്റ് ആവുന്നത്. അവിടെ ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു രീതിയിലും അതിനെ അവഗണിക്കരുത്. നിങ്ങളുടെ മാർക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്കിൽ വലിയ പ്രാധാന്യമുണ്ട്. ഈ പറയുന്ന മാത്സ്, ഇംഗ്ലീഷ്, മലയാളം റെഗുലർലി ചെയ്ത് തന്നെ നോക്കുക. ഓക്കെ, ദെൻ SCERT ബുക്സ് ആർ യുവർ ബൈബിൾ എന്ന് തന്നെ പറയാൻ പറ്റും. SCERTയിലെ കോളം വൈസ് കൊടുത്തിരിക്കുന്നത്, SCERTയിലെ ചേരുംപടികൾ, വർക്കൗട്ട്സുകൾ, NCERT SCERTക്ക് കൃത്യ പ്രാധാന്യം തന്നെ കൊടുത്ത് മനസ്സിലാക്കുക. എല്ലാം NCERT വായിക്കേണ്ടതില്ല. SCERT വായിക്കേണ്ടത്, കേരള ചരിത്രം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ SCERT വായിക്കേണ്ടത് വായിക്കുക.
അപ്പോൾ മിനിമം SCERT എങ്കിലും വായിച്ചു നോക്കുക, ദെൻ NCERTയിലേക്ക് പോകുക. ഓക്കെ ആണല്ലോ? അപ്പം റെഫർ SCERT ക്ലാസ് ബുക്ക് 5 തൊട്ട് 12 വരെ തന്നെ മിനിമം നോക്കിയിട്ട് പോകുക. ദെൻ ഇമ്പോർട്ടൻസ് കുറച്ച് ഹോട്ട് ടോപ്പിക്സിന് കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ കുറച്ചൊരു ഹോട്ട് ടോപ്പിക്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹോട്ട് ടോപ്പിക്സിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് ശരിക്കും നിങ്ങൾക്കത് ഉപകാരപ്രദമാകും. റെവല്യൂഷൻസ്, റിവേഴ്സ്, ഇമ്പോർട്ടൻ്റ് വാട്ടർ വേസ്, അവാർഡ്സ്, ലേറ്റസ്റ്റ് അപ്പോയിൻമെൻറ്റ്സ്, 5 ഇയർ പ്ലാൻസ്, റിനൈസൻസ് ലീഡേഴ്സ്, ഇവയൊക്കെ ഇപ്പോഴും റിപ്പീറ്റായിട്ട് വരുന്ന കുറച്ച് മേഖലകളാണ്. നമ്മൾ പഴയ GK തന്നെയാണ്, പക്ഷേ എന്നിരുന്നാലും റിപ്പീറ്റ്ലി ഇവ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ പ്രാധാന്യം കൊടുത്തു തന്നെ ഇവയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും, വേഗത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് വേഗത്തിൽ ഇത് നോക്കിക്കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. പിന്നെന്താണ്, പ്രധാനമായും സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. Day 1, Day 2, Day 3, Day 4 എന്ന് എഴുതി വെച്ച് തന്നെ സ്റ്റഡി പ്ലാൻ ചെയ്യണം. അതിൽ എല്ലാ ദിവസവും മാത്സും ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ സയൻസ് കൃത്യമായി വർക്കൗട്ട് ചെയ്യുക. ദെൻ റിവൈസ് എന്ന് പറയുന്ന കാര്യമില്ല എങ്കിൽ നിങ്ങളൊന്നും ഇവിടെ നടത്താൻ പോകുന്നില്ല. റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ ദിവസവും ചെയ്തു നോക്കി വർക്കൗട്ട് ചെയ്തു നോക്കി തന്നെ മുന്നോട്ട് പോകുക. അപ്പം ഇനിയും 10th മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 60 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് ടൈം ടേബിളുമായിട്ടാണ് CC നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം വെറും 60 ദിവസത്തെ ഈ ഒരു ടൈം ടേബിൾ ഞങ്ങളും ഫോളോ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് എക്സ്പേർട്സ് ഓരോ സബ്ജക്റ്റും നിങ്ങളിലേക്ക് എത്തിക്കുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ പറയുന്ന ഞങ്ങളുടെ സ്റ്റഡി പ്ലാനിനോടൊപ്പം തന്നെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്തോളൂ. ഞങ്ങളൊപ്പം ഉണ്ടാകും. എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ മെൻറ്റേഴ്സ് കഴിഞ്ഞ തവണകളിൽ പരീക്ഷകൾ ക്ലിയർ ചെയ്ത ഓരോ അധ്യാപകരും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഞാനും ഉണ്ടാകും. നമുക്ക് നന്നായി പഠിച്ച് ആദ്യത്തെ റാങ്കുകൾ ഉറപ്പിക്കാം. അപ്പം വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.